ഹായ് ഹലോ സുഖമല്ലേ? അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾക്കറിയാതെ അല്ലേ. അതിനൊരു സീരിയസ് ആയ ഒരു കാരണം ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ തലശ്ശേരിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ വന്നപ്പം വെക്കേഷൻ്റെ ടൈമിലൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ തലശ്ശേരിയിലെ വീട്ടിലെ ഞങ്ങളുടെ ഗ്യാസ് സ്റ്റവ് കുറച്ച് നാളായിട്ട് കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്യാസ് സ്റ്റവ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. സിമ്പിളായിട്ടുള്ള ഒരു ഗ്യാസ് സ്റ്റവ് ആയിരുന്നു ഞങ്ങൾ നോക്കിയത്. അപ്പോൾ ഒത്തിരി അടുപ്പൊന്നും ഇല്ലാത്ത ഇതുപോലെയുള്ള 2 ബർണർ വേണം നമുക്ക്. എന്നാൽ അത് കുറച്ച് നന്നായിട്ട് കത്തുന്ന ഒന്നായിരിക്കണം എന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഇവിടെ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിൽ പോയപ്പോൾ ഒത്തിരി സാധനങ്ങൾ അവിടെ കണ്ട് അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇതുപോലത്തെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എന്തൊക്കെ കിച്ചൺ ഐറ്റംസ് വേണോ അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും നമുക്ക് പറ്റുന്ന വിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള, നമുക്ക് എന്താണോ സെലക്ട് ചെയ്ത് വാങ്ങിക്കേണ്ടത് അതുപോലത്തെ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ സമയക്കുറവ് കൊണ്ട് അധികം ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഫുള്ളായിട്ടുള്ളതൊന്നും എടുത്തിട്ടില്ല. എന്നാലും എനിക്ക് പറ്റാവുന്ന തരത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, നമുക്ക് ചട്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ പല സൈസിലുള്ള പല രീതിയിലുള്ളതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തലശ്ശേരിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ തന്നെ വന്നിട്ട് വാങ്ങിക്കും. നമുക്ക് എല്ലാ വിധത്തിലുള്ള, ഇപ്പോൾ ബോട്ടിൽസൊക്കെ ആണെങ്കിലും എല്ലാം ഏത് വിധത്തിലുള്ളത് വേണമെങ്കിലും നമുക്കിവിടെ കിട്ടും. നമുക്ക് അതായത് 1 2 ഐറ്റം അല്ല, സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് ഒത്തിരി ഉണ്ട് ഇവിടെ. അങ്ങനെ അതെല്ലാം ഞാനിങ്ങനെ കണ്ടു. പിന്നെ നമുക്ക് പാത്രങ്ങളുടെ സെക്ഷനിലായിരുന്നു ഞാൻ പോയത്. എനിക്ക് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേനും ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ കണ്ടോ, ഇതുപോലെയുള്ള മോഡലിലുള്ള, ഇപ്പോൾ അതായത് ഏത് വിധത്തിലുള്ള പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അടികട്ടിയുള്ള പാത്രങ്ങളൊക്കെ വേണമെങ്കിലും എല്ലാം നമുക്കുണ്ട്. ഇത് കണ്ടോ, ഉരുളിയാണ്. എന്നാൽ അതിന് 200 രൂപയേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ, 200 രൂപ എന്ന് പറയുമ്പോൾ അതിന് നല്ല അടികട്ടിയുണ്ട്. എന്നാലാണെങ്കിൽ നല്ല ഇതിന്. പിന്നെ സ്പൂണിൻ്റെ സെക്ഷനാണിത്. സ്പൂണ് ഏത് തരത്തിലുള്ള സ്പൂണ് വേണമെങ്കിലും നമുക്ക് എല്ലാം ഉണ്ട്, സെറ്റാണ് ഇവിടെ. അപ്പോൾ പിന്നെ അദ്വിക്കുമോൻ പറഞ്ഞത് അദ്വിക്കിന് ഒരു അതായത് വാട്ടർ ബോട്ടിലും ഫ്ലാസ്കും എല്ലാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അതെല്ലാം നോക്കി. പക്ഷേ സ്കൂൾ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിലേക്ക് വേണ്ട ലഞ്ച് ബോക്സും കാര്യങ്ങളൊന്നും അധികം അങ്ങനെ അവിടെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് മിക്സിയുടെ ഇതിലേക്ക് വന്നപ്പോൾ എടുത്തതാണ്. പിന്നെ നമുക്കിത് നമ്മുടെ കിച്ചണിലേക്ക് വേണ്ട ബോട്ടിൽസ് ആണെങ്കിലും ഇതെല്ലാം നല്ല വിലക്കുറവാണ്. ഇതിനെല്ലാം 93 രൂപ, 50 രൂപ, 60 രൂപ ആ റേറ്റിൽ വരുന്ന കുറേ സാധനങ്ങൾ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹാങ്ങറാണ്. അങ്ങനെ ഇതെല്ലാം നമ്മൾ ഇത് അരിപ്പ, പാത്രങ്ങൾ എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ നല്ല ഒരു അരിപ്പ പാത്രമാണ് ഇത്. പിന്നെ നമുക്ക് സാധാരണയായിട്ടുള്ള ബൗളുകൾ, ഇത് കുറച്ച് പ്ലാസ്റ്റിക് ഐറ്റമാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ഇതിനും നല്ല റേറ്റ് കുറവാണ്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴുകാനായിട്ടും ഇട്ട് വെക്കാനൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു പാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് ഞാൻ എടുത്തത് നോൺ സ്റ്റിക്കിൻ്റെ അല്ല ഇവിടെ നിന്ന് എടുത്തത്, ഒരു അയൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാത്രമായിരുന്നു എടുത്തത്. അങ്ങനെ പിന്നെ ഇത് എല്ലാം ബോട്ടിൽസാണ്, ഏത് വിധത്തിലുള്ള ബോട്ടിൽ വേണമെങ്കിലും ഉണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഏട്ടൻ ഇങ്ങനെ നമ്മുടെ അതായത് ഗ്യാസ് സ്റ്റൗവിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി അങ്ങനെ വീട്ടിലെത്തി. ഒന്ന് പറയട്ടെ. അപ്പോൾ ഇത് നമ്മുടെ പഴയ ഗ്യാസ് സ്റ്റൗ ആയിരുന്നു. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ബട്ടർഫ്ലൈയുടെ ഒരു ഗ്യാസ് സ്റ്റൗ ആയിരുന്നു. അതായത് ചെറിയ ബർണറായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് സാധനം വെച്ച് കഴിഞ്ഞാലും തീരെ ഇല്ലായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന ഉടനെ തന്നെ ഞങ്ങളത് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് പ്രസ്റ്റീജിൻ്റെ നല്ല ഒരു ഗ്യാസ് സ്റ്റൗ ആണ്. നമുക്ക് ഓഫറിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പ്രസ്റ്റീജിൻ്റെ വിക്ടർ എന്ന് പറയുന്ന നല്ല ഒരു 2 ബർണറുള്ള ഗ്യാസ് സ്റ്റൗ ആണ്. 2 ആണെങ്കിലും അത് തീ എല്ലാം ഫിറ്റ് ചെയ്തപ്പോൾ നമ്മൾ നന്നായിട്ട് തീ കത്തി നല്ല ഒരു ഗ്യാസ് സ്റ്റൗ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഏട്ടനിപ്പോൾ സെറ്റാക്കുവാണ്. ഇപ്പം തന്നെ റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇതെല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തു. ഇതാണ് ഞങ്ങളുടെ ഗ്യാസ് സ്റ്റൗ. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, നല്ല ഒരു ഗ്യാസ് സ്റ്റൗ തന്നെയായിരുന്നു.
അപ്പോൾ അത് നമുക്ക് ശരിക്കും 8,000 സംതിങ് റേറ്റിനായിരുന്നു നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഫറിൽ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഇപ്പോൾ ഫിറ്റ് ചെയ്യുവാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് പാത്രങ്ങളായിരുന്നു വാങ്ങിയത്. സാധാരണയുള്ള ഇത് ഞാൻ സാധാരണ ഒരു ലഞ്ച് ബോക്സാണ് വാങ്ങിയിട്ടുള്ളത്. അത് അവിടെ നിന്നല്ല വാങ്ങിയത്, വേറൊരു സ്ഥലത്തുനിന്നായിരുന്നേ വാങ്ങിയത്. പിന്നെ വേറെ 2 പാത്രങ്ങളും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് അതായത് 13 റുപ്പീസുള്ള ഒരു കടയിലായിരുന്നു. ഇത് ഞങ്ങളുടെ തലശ്ശേരിയിൽ തന്നെ ലുലു ടെക്സ്റ്റൈൽസിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു കടയാണ്. അപ്പോൾ ഇവിടെ പോയപ്പോൾ ശരിക്കും ഒത്തിരി സാധനങ്ങൾ കുട്ടികൾക്ക് വേണ്ടുന്നതായാലും ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ തലശ്ശേരിയിലുള്ളവരാണെങ്കിൽ ഇതൊരിക്കലും മിസ്സാക്കരുത്. നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഇട്ട് വെക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഒത്തിരി ഐറ്റം ഇവിടെ ഉണ്ട്. അതായത് കുട്ടികളുടെ പേന, കുട്ടികൾക്കുള്ള നോട്ട് ബുക്കുകൾ, അങ്ങനെയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒത്തിരി സാധനങ്ങളുണ്ട്. അതിവിക്കുവാൻ ഒത്തിരി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവനെ ഞാനങ്ങ് ഫ്രീ ആയിട്ട് വിട്ടേക്കുമായിരുന്നു. നിനക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളത് കാണിച്ചു തരാം. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നവർ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പാത്രമായിരുന്നു. ഇത് നോൺ സ്റ്റിക്ക് അല്ല, ഒരു ഫിജറയുടെ ഹാർഡ് അനോഡൈസ്ഡിൻ്റെ ഒരു പാത്രമാണ്. അപ്പോൾ ഇതിനൊരു അടപ്പമുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു അവിടുന്ന് വാങ്ങിയിട്ടുള്ളത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 30 രൂപേൻ്റെ ഒരു കടയിൽ പോയപ്പോൾ വാങ്ങിയ സാധനങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം തന്നെ അമ്മ എടുത്തൊരു സാധനമാണ് ചെടിച്ച് കണ്ട. ഇത് പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ അടിയിൽ എന്തോ വെളുത്താണ് സാധനമൊക്കെ ഉണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ബുക്കാണ്. ഇത് ചെറിയൊരു ബുക്കാണ് കണ്ടോ, ചെറിയൊരു ബുക്കാണ്. ഇത് ഞാൻ വെറുതെ എഴുതാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. ഇതാണ് നമ്മുടെ സ്ക്രാച്ച് ബുക്ക്. ഇത് നിങ്ങൾ പല വീഡിയോസിലും കണ്ടു കാണും. ഞാൻ കാണിച്ചു തരാം. ഈ സ്ക്രാച്ച് ബുക്കാണ്. സ്ക്രാച്ച് ബുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അവർ ഇതിൻ്റെ കൂടെ നമുക്ക് വടിയാണ് തന്നിട്ടുള്ളത്. നമ്മൾ വടി ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്ക്രാച്ച് ഒക്കെ കൊടുക്കണം. ഇപ്പോൾ കണ്ട കളർ വന്നത് കണ്ടോ, കണ്ടോ, അതാണ് സ്ക്രാച്ച്. നമ്മളിപ്പോൾ എത്ര സമയം കളിച്ചു ഇതാണ് നമ്മുടെ റെഡ് പെൻ. ഇതിൽ നമ്മൾക്ക് ഏത് ഇതാണെങ്കിലും കാണിക്കാൻ പറ്റും. ഇത് പക്ഷേ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് കുറേ കളർ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, കുറേ കളർ ഉണ്ട്. അടുത്ത നമ്മളെ കളർ പെൻസിലാണ്. കളർ പെൻസിൽ ഇത് സാധാരണയൊന്നുമല്ല, എല്ലാവർക്കും ഓരോ കളർ ഉണ്ട്. അതിനകത്ത് ഗ്രേ കളർ ഉണ്ട്, പിന്നെ പിങ്ക് ഉണ്ട്, എല്ലാം ഉണ്ട്, ബ്രൗൺ ഉണ്ട്, അതുപോലെ കുറേ കളറുണ്ട്. ഇത് അമ്മയുടെ നോട്ട് ബുക്കാണ്. അമ്മേൻ്റെ നോട്ട് ബുക്കാണ് കാണിക്കുന്നത്. ഇത് അമ്മക്ക് എഴുതാൻ വേണ്ടിയിട്ട് അമ്മ മേടിച്ച നോട്ട് ബുക്ക്. മൊത്തം വെള്ള പേജാണ്. എല്ലാത്തിനും 30 രൂപയുള്ളൂ അല്ലേ? അതൊക്കെ എല്ലാത്തിനും 30 രൂപയാണ്. പിന്നെ ഇതും അമ്മേൻ്റെ തന്നെ ഒരു നോട്ട് ബുക്കാണ്. കഴിഞ്ഞില്ലേ? ഇത്രയും സാധനമല്ലേ വാങ്ങിയ? നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.